വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് നാം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് സോഷ്യോളജിയുടെ മറ്റൊരു ചാപ്റ്ററുമായിട്ടാണ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയിലെ എത്രാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ചാപ്റ്റർ 15 ആണ് അല്ലേ? സോഷ്യോളജിയിലെ ചാപ്റ്റർ 15 സോഷ്യോളജി അല്ല, എക്കോണമി ആൻഡ് പൊളിറ്റി ആൻഡ് റീജിയൻസ് എന്ന് വെച്ചാൽ സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെ? നമ്മുടെ സമൂഹത്തിലുള്ള സാമ്പത്തിക, രാഷ്ട്രീയ, മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ആയിട്ടുള്ള സാമ്പത്തിക എക്കോണമിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോയി നോക്കാം. സാമ്പത്തികം എന്ന ആശയത്തെ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ഒന്ന് വിവരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ലിസൺ. അപ്പോൾ ഉൽപാദനം, വിതരണം, ഉപഭോഗം, പ്രവർത്തന വ്യവസ്ഥ, മാതൃക എന്നിവയെ കുറിച്ചുള്ള നിയമങ്ങളും അതുപോലെ നടപടിക്രമങ്ങളും ആദർശങ്ങളും എന്നാണ് സാമ്പത്തിക സ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് പോയിന്റ് ഇതിനകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓക്കെ, ഒരു കാര്യം പോയിന്റ് ചെയ്ത് വെക്കണം. സാമ്പത്തിക സ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനം, സമൂഹത്തെ ഒരു ഉപവ്യവസ്ഥയാണ്. ഇന്ന് കാണുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങളായി കണക്കാക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ് ഇന്ന് കാണുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നവർ? അപ്പോ എന്താണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രാകൃതമല്ല ശേഖരത്തിനെന്നോ ഇറങ്ങി തിരിച്ചതോടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്തു ആരംഭിച്ചു. പിന്നീട് അവർ എന്തു ഭക്ഷണം ശേഖരിക്കുന്നതിനും വേട്ടയാടുന്നതിനും ഉപകരണം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയായിരുന്നു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രാകൃതം, കാർഷികം, വ്യവസായികം എന്നിങ്ങനെയുള്ള 3 സാമ്പത്തിക സംവിധാനങ്ങൾ സമൂഹത്തിന്റെ ചരിത്രത്തിലെ 3 ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങളെ? നമ്മൾ പറഞ്ഞു പ്രാകൃതമായിട്ടുള്ള പ്രാകൃത സാമ്പത്തിക ക്രമം എന്ന് പറയുമ്പോൾ സമൂഹം നിന്നോ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ചെയ്തു നമ്മൾ അധികം ചെയ്തു ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക സിസ്റ്റങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? കാർഷിക സാമ്പത്തിക ക്രമത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വന്നു. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉപകരണങ്ങൾ കടന്നു വന്നു, പുതിയ ചിന്തകൾ കടന്നു വന്നു, പുതിയ രീതികൾ കടന്നു വന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അല്ലെ, ഇവിടെ പറയുന്നുണ്ട് കൃഷിയുടെ വികാസം, ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത കാര്യത്തിൽ എന്ത് ചെയ്തു? കാര്യമായിട്ട് എന്ത് ചെയ്തു? ആ ഉറപ്പും സ്ഥിരതയും ഉണ്ടാക്കി എന്നുള്ളതാണ്. മൂന്നാമതാണ് വ്യാവസായിക സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത്. വ്യാവസായിക വിപ്ലവമാണ് വ്യാവസായിക സാമ്പത്തിക ക്രമം കൊണ്ടുവന്നത്. ഇത് മനുഷ്യശക്തിക്കും മൃഗശക്തിക്കും പകരം പുതുതായ സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. യന്ത്രങ്ങൾ വ്യാപകമായതോടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും വിതരണത്തിലും ഒക്കെ എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരികയും വലിയ രീതിയിൽ എന്ത് ചെയ്തു? സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്തു? ഉയർന്നു വരാനും വികസനങ്ങൾ പരമായിട്ട് എന്ത് ചെയ്തു? വികസിച്ചു വരാനും ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു മേഖല എന്ത് ചെയ്തു? ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്തു? ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ സമ്പ്രദായം എന്നുള്ളത്. അപ്പൊ രാഷ്ട്രീയ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇതൊരു സമൂഹത്തിലെ ശക്തിയുടെ വിതരണമാണ് എന്നല്ലേ? രാഷ്ട്രീയം അത് സമൂഹത്തിന്റെ ശക്തിയാണ്. ഏതൊരു സാമൂഹിക ബന്ധം എടുത്തു നോക്കിയാലും ചിലർക്ക് മറ്റുള്ളവരുടെ മേലൊരു സ്വാധീന ശക്തി നമുക്ക് കാണാൻ പറ്റും. അപ്പോ രാഷ്ട്രീയ ശക്തികൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിന്യാസമുള്ള ഒരു പ്രവർത്തന മണ്ഡലമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലേക്കും എല്ലാ സംഘങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന രാഷ്ട്രീയ ശക്തി ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള മേൽത്തട്ടുകളുണ്ടെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയത്തെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ഭരിക്കാൻ ശക്തിയുള്ള മേൽത്തട്ടുകാരും ഭരിക്കാൻ ശക്തിയില്ലാത്ത മേൽത്തട്ടുകാരും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ വിഭാഗത്തിലെ എന്ത് ചെയ്യുന്നു? 2ആയിട്ട് തരം തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത് മതത്തിലെ സാമൂഹികമായ മാറ്റങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഇനി മൂന്നാമതായിട്ടുള്ള മതങ്ങളെ കുറിച്ചായിരുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള എന്താണ് സാമൂഹികമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാമൂഹിക ജീവിയായി മനുഷ്യന് ഒരു ആത്മീയ ജീവി കൂടിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ? ഒരു സാമൂഹിക ജീവിയായ മനുഷ്യൻ ഒരു ആത്മീയ ജീവി കൂടിയാണ്. കാരണം തന്നെ മതം മനുഷ്യന് വലിയൊരു ശ്രദ്ധ വിഷയമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ സ്വാധീനമുണ്ട് അല്ലെ? ഒരു രൂപത്തിൽ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു രൂപത്തിൽ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും എന്തായിരുന്നു ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ മതം എന്ത് നിലവിലുണ്ട്. വിശുദ്ധ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഏകീകൃത വ്യവസ്ഥയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മതത്തിന്റെ ഘടകങ്ങൾ എന്താണ്? പരിശുദ്ധമായതിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. രണ്ടാമത് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയുള്ള ഒരു ആരാധനാ വ്യവസ്ഥയാണ്. മൂന്നാമതായിട്ട് മോക്ഷപ്രാപ്തി എന്ന ആശയമാണ് എന്തിലൂടെ? മതത്തിന്റെ ഘടകങ്ങളിലൂടെ ലഭിക്കുന്നത്. ആരാധിക്കാൻ സ്ഥിരമായ ഒരിടം, മതപരമായിട്ടുള്ള ശ്രേണിയുടെ സാന്നിധ്യം, ഇതെല്ലാം മതത്തിന്റെ ഘടകങ്ങളിൽ പെട്ടവയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസുകളുടെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ,
അതിൽ ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദ്യം അധികാരത്തിന്റെ നിയമ സാധുതയുടെ 3 അടിസ്ഥാനങ്ങൾ എഴുതുക എന്നുള്ളത്. ഒന്ന് ഉത്തരം നോക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അധികാരത്തിന്റെ നിയമ സാധുതയുടെ 3 അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം വെച്ചാൽ പരമ്പരാഗത അധികാരമാണിക്കും, കരിസ്മാറ്റിക് അതോറിറ്റി ആയിരിക്കും, ഒപ്പം നിയമപരമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള അധികാരം എന്നിങ്ങനെ 3 വിധങ്ങളിലായിരിക്കും. ഒന്ന് മതത്തിന്റെ 2 അടിസ്ഥാന സ്വഭാവങ്ങൾ എഴുതുക. നമ്മൾ അമാനുഷിക ശക്തിയിലുള്ള വിശ്വാസമാണ് മതം. 2 എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക ആരാധനാലയമുണ്ട്. കൂടാതെ സ്വർഗവും നരകവും പവിത്രവും ശുദ്ധവും അശുദ്ധവുമായിട്ട് എന്ത് ചെയ്തു കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തിന്റെ ആവശ്യ ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഒരു ജനസംഖ്യ, ഒരു നിർവചിക്കപ്പെടുന്ന പ്രദേശം, ഒരു സർക്കാർ ഒപ്പം തന്നെ പരമാധികാരം. ഇത് 3ഉം ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യ ഘടകങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളോട് കൂടിയിട്ടുള്ള ചർച്ചകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈവ് ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു +2 വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാഷണൽ അക്കാദമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.